Hi students, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് പഠിച്ചു ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. അപ്പോൾ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ട്രക്കിയ ആണ് റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് വരുന്നെങ്കിൽ അതിനെ നമുക്ക് ട്രക്കിയൽ റെസ്പിറേഷൻ എന്ന് വിളിക്കാം. ട്രക്കിയൽ റെസ്പിറേഷൻ. ഇനി ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻസ് ആയിട്ട് വരുന്നെങ്കിൽ അതിനെ നമുക്ക് ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് വിളിക്കാം. ബ്രാങ്കിയൽ റെസ്പിറേഷൻ. ഇനി എന്താ, സ്കിൻ ആണ് റെസ്പിറേറ്ററി ഓർഗനായിട്ട് വരുന്നെങ്കിൽ അതിനെ നമുക്ക് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് വിളിക്കാം. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലേ. ഓക്കെ. ഇനി ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗനായിട്ട് വരുന്നെങ്കിൽ അതിനെ നമുക്ക് പൾമോണറി റെസ്പിറേഷൻ എന്ന് വിളിക്കാം. പൾമോണറി റെസ്പിറേഷൻ. ഇത്ര കാര്യങ്ങൾ കൂടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ. ട്രക്കിയൽ റെസ്പിറേഷൻ, ബ്രാങ്കിയൽ റെസ്പിറേഷൻ, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, പൾമോണറി റെസ്പിറേഷൻ, അത്രയേ ഉള്ളൂ. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. നിങ്ങൾ 7th ക്ലാസ് ഓൺവേർഡ്സ് പഠിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ കൂടെ കുറച്ച് പോയിന്റ്സ്, എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. സംഗതി ഈസിയായി. അതിപ്പോൾ ഏത് സിസ്റ്റം പഠിച്ചാലും, ഏത് ഓർഗൻ സിസ്റ്റമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും കൊച്ചു ക്ലാസ്സിലെ മൂലം നിങ്ങൾക്ക് കുറച്ച് ബേസിക് നോളജ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ വി ഹാവ് എ പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് അല്ലേ. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ നിന്നാണ്. തൊട്ട് നോക്കിക്കോളൂ, നമുക്ക് 2 ഓപ്പണിങ്സ് ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് a pair of external nostrils. അതിനെ ഫോളോ ചെയ്ത് നമുക്ക് ഒരു നേസൽ പാസേജ് ഉണ്ട്. എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ആർ ഫോളോഡ് ബൈ എ നേസൽ പാസേജ്. ഈ നേസൽ പാസേജ് ചെന്നെത്തുന്നത് ഒരു നേസൽ ചേംബറിലാണ്. നേസൽ ചേംബർ, ഒരു ക്യാവിറ്റി അല്ലേ. അത് തുറക്കുന്നത്, കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് നേസൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്യുന്നത് ഫാരിങ്സിലേക്കാണ് എന്നാണ് അല്ലേ. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാരിങ്സ് ഈസ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ഫുഡും എയറും പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ പാസേജ് ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഫാരിങ്സിനെ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കൂടെയും വിടാം, അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കൂടെയും വിടാം അല്ലേ. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെയും പാർട്ടാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെയും പാർട്ടാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേസോ ഫാരിങ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബിക്കോസ് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പഠിക്കുക അല്ലേ, ഹയർ ക്ലാസ് സ്റ്റുഡൻസ് അല്ലേ നിങ്ങൾ. അപ്പോൾ നേസോ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഫാരിങ്സിന്റെ ഒരു റീജിയൻ ആണ്. അങ്ങോട്ടേക്ക് ആര് വന്ന് തുറക്കുന്നു? നേസൽ ചേംബർ വന്ന് തുറക്കുന്നു. അപ്പോൾ ഫാരിങ്സിന്റെ ഏത് റീജിയനിലേക്കാണോ നേസൽ ക്യാവിറ്റി ഒന്ന് തുറക്കുന്നത് അതിനെ നമ്മൾ നേസോ ഫാരിങ്സ് എന്ന് വിളിക്കും കേട്ടോ. ഇനി ഫാരിങ്സിന്റെ ഏത് റീജിയനിലേക്കാണോ ഓറൽ ക്യാവിറ്റി, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗം അല്ലേ, ഓറൽ ക്യാവിറ്റി ഒന്ന് തുറക്കുന്നത് അതിനെ നമ്മൾ ഓറോ ഫാരിങ്സ് എന്ന് വിളിക്കും. ഫാരിങ്സിന്റെ 2 റീജിയൻസ് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് നേസോ ഫാരിങ്സ്, മറ്റത് ഓറോ ഫാരിങ്സ്. ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു, മറ്റത് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു. ഇനി ഫാരിങ്സ് ഇസ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ, ഒരു ഡൗട്ടും ഇല്ല. ഈ ഫാരിങ്സ് കഴിഞ്ഞിട്ട് 2 ഡിവിഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കണ്ടിന്യൂഷൻ, മറ്റത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കണ്ടിന്യൂഷൻ. ഈസോഫാഗസ് കൊടുത്തിട്ടുണ്ട്, ട്രക്കിയൽ ട്യൂബും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് എ പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്, ദെൻ നേസൽ പാസേജ്, നേസൽ ചേംബർ, നേസോ ഫാരിങ്സ്. ഇങ്ങനെ വന്നു അല്ലേ. ഇനി നേസോ ഫാരിങ്സ് എങ്ങോട്ടാണ് തുറക്കുന്നത്? നേസോ ഫാരിങ്സ് ഇനി വന്ന് തുറക്കാൻ പോകുന്നത് ലാരിങ്സിലേക്കാണ്. ഓക്കെ, നേസോ ഫാരിങ്സ്. അപ്പം ലാരിങ്സ് അല്ല നിങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പോകുന്നത്, നിങ്ങൾ ഗ്ലോട്ടിസ് കണ്ടിട്ടാണ് ലാരിങ്സ് കാണുന്നത് കേട്ടോ. ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, സോ നേസോ ഫാരിങ്സിന് തുറക്കാൻ പോകുന്നത് ലാരിങ്സിലേക്കാണ് കേട്ടോ. ഇതാണ് ലാരിങ്സ്. ഈ പോർഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഇത് ലാരിങ്സ്. ലാരിങ്സിന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആര് വരിക? ട്രക്കിയ വരിക. ലാരിങ്സ്, ട്രക്കിയ. അപ്പോൾ സാധാരണ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്രക്കിയനെ ഒരു ബോട്ടിലായിട്ട് കണക്കാക്കും. ഒരു ബോട്ടിലെടുക്കും, എല്ലാവരും ഒരു ബോട്ടിലെടുക്കാൻ പറയും. ഇത് ട്രക്കിയാണ് മക്കളെ. ഇനി ട്രക്കിയുടെ അറ്റത്ത് ബോട്ടിലിൻ്റെ തുടക്കത്തിൽ ഒരു ക്യാപ്പ് ഉണ്ടാവും അല്ലേ. തുടക്കത്തിൽ ഒരു നാരോ റീജിയൻ ഉണ്ടായിരിക്കും, പിന്നെ അതിനെ കവർ ചെയ്തിട്ടൊരു ക്യാപ്പും ഉണ്ടായിരിക്കും. അതൊക്കെ വെച്ചിട്ടാണ് ഗ്ലോട്ടിസും എപ്പിഗ്ലോട്ടിസും ഒക്കെ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ സുഖമായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം. നേസോ ഫാരിങ്സ് ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു റീജിയനിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ലാരിങ്സിന്റെ ഒരു റീജിയൻ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ആൻറ്റീരിയർ റീജിയൻ ആണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ലാരിങ്സിന്റെ ഒരു നാരോവർ ആയിട്ടുള്ള ടോപ്പ് റീജിയൻ ആണ് ഗ്ലോട്ടിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലേബൽ ചെയ്തിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ. ലാരിങ്സിന് മുകളിലാണ് ഗ്ലോട്ടിസ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനിൽ ഞാൻ ഗ്ലോട്ടിസ് ലേബൽ ചെയ്യുകയാണ്. ഇവിടെ ഗ്ലോട്ടിസ്. ഓക്കെ, ഇത് എഫ് ആയിട്ടിരിക്കുന്നു. ഗ്ലോട്ടിസ്. ഇനി ഈ ഗ്ലോട്ടിസ്
ഗ്ലോട്ടിസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ഉണ്ട്, ഒരു അടപ്പുണ്ട്. അതിനെ നമുക്ക് എപ്പിഗ്ലോട്ടിസ് എന്ന് വിളിക്കാം. അതിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലോട്ടിസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിഡാണ് എപ്പിഗ്ലോട്ടിസ്. മനസ്സിലായോ? സോ ലാരിങ്സ് എന്താണെന്ന് മനസ്സിലായി, നിങ്ങൾ കണ്ടു. എന്താണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ലാരിങ്സ് നിങ്ങൾ കണ്ടു. ലാരിങ്സിന് തൊട്ട് മുകളിൽ ഗ്ലോട്ടിസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഗ്ലോട്ടിസിനെ കവർ ചെയ്യാൻ വേണ്ടി ഒരു ലിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ. ഇനി ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് ബോക്സ് ആണ്. കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ലാരിങ്സ് ഇസ് ഓൾസോ നോൺ ആസ് സൗണ്ട് ബോക്സ് ബിക്കോസ് ലാരിങ്സിനകത്ത് വോക്കൽ ഫോൾസ് ഉണ്ട്. ഇവിടാണ് സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് എ കാർട്ടിലേജിനസ് ബോക്സ് വിച്ച് ഹെൽപ്സ് ഇൻ സൗണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ഹെൻസ് കോൾഡ് സൗണ്ട് ബോക്സ് അല്ലേ? ഓക്കെ. ആൻഡ് ഈ എപ്പിഗ്ലോട്ടിസ് എപ്പോഴാണ് ഈ ഗ്ലോട്ടിസിനെ വന്ന് കവർ ചെയ്യുന്നത്, ഗ്ലോട്ടിസിനെ അടയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഡ്യൂറിങ് സ്വാലോവിങ് ഗ്ലോട്ടിസ് ക്യാൻ ബി കവേർഡ് ബൈ എ തിൻ ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാപ്പ് കോൾഡ് എപ്പിഗ്ലോട്ടിസ് ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ലാരിങ്സ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, ഫാരിങ്സ് ഈസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. നമ്മൾ ഭക്ഷണം ഇറക്കുന്ന സമയത്ത്, നമ്മൾ സ്വാളോ ചെയ്യുന്ന സമയത്ത് ഈ ഭക്ഷണം എവിടെ എത്തരുത്? ഈ ട്രക്കിയയിലോട്ട് എത്തിയരുത്. ദാറ്റ് മീൻസ് ലാരിങ്സിലോട്ടും, ദാറ്റ് മീൻസ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലോട്ട് ആ ഫുഡ് കടക്കരുത് അല്ലേ? കടക്കാതിരിക്കാൻ വേണ്ടി പ്രിവെന്റ് ചെയ്യുന്ന ഒരു അടപ്പാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പം നമ്മൾ ഫുഡ് സ്വാളോ ചെയ്യുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് വന്ന് ഗ്ലോട്ടിസിനെ കവർ ചെയ്യും. അപ്പോൾ ഫുഡ് ഇതിലേ കടന്നു പോകും. ഇതിന് മുകളിൽ എന്തുണ്ട്? ഫാരിങ്സ് ഉണ്ട് അല്ലേ? എപ്പിഗ്ലോട്ടിസിന് മുകളിൽ എന്തുണ്ട്? ഫാരിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫാരിങ്സിലേക്ക് ഫുഡ് എത്തുമ്പോൾ അത് പിന്നെ എങ്ങോട്ട് പൊക്കോളും? ഈസോഫാഗസിലേക്ക് പൊക്കോളും അല്ലേ? അത് ലാരിങ്സിലേക്ക് പോകില്ല. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എപ്പിഗ്ലോട്ടിസ് വന്ന് ഗ്ലോട്ടിസിനെ കവർ ചെയ്യുന്നത്. മനസ്സിലായോ? Okay, so during swallowing, glottis can be covered by a thin elastic cartilaginous flap called epiglottis to prevent the entry of food into the larynx. ലാരിങ്സിലേക്ക് ഫുഡ് കടക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്ന പോർഷനാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അത് ഗ്ലോട്ടിസിനെ കവർ ചെയ്യും, ആ സമയത്ത് അടച്ചു വെക്കും. ഇനി ഈ ലാരിങ്സ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ട്രക്കിയയിലോട്ടാണ് അല്ലേ? ട്രക്കിയ ഓർ വിൻഡ് പൈപ്പ്. ഇതാണ് ട്രക്കിയ ഓർ വിൻഡ് പൈപ്പ്, ഈ ട്യൂബ് ലൈക്ക് പോർഷൻ. ലാരിങ്സിനെ ഫോളോ ചെയ്തിട്ട് ട്രക്കിയ ഉണ്ട്. ഈ ട്രക്കിയ നമ്മുടെ ഒരു മിഡ് തൊറാസിക് റീജിയനിലേക്ക് എത്തുമ്പോഴേക്കും, തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയൊക്കെ അറിയാലോ അല്ലേ? അപ്പം നമ്മുടെ ഒരു മിഡ് തൊറാസിക് റീജിയനിലോട്ട് എത്തുമ്പോഴേക്കും, തൊറാസിക് ക്യാവിറ്റിയുടെ മിഡ് റീജിയനിലോട്ട് എത്തുമ്പോഴേക്കും ട്രക്കിയ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ റൈറ്റ് പ്രൈമറി ബ്രോങ്കയും ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കയും ആയിട്ട് മാറുന്നു. ട്രക്കിയ ഇത് കണ്ടോ? ഈ ട്രക്കിയ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് മിഡ് റീജിയൻ ഓഫ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ഇത് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. റൈറ്റ് പൾമണറി അല്ലല്ലോ, പ്രൈമറി ബ്രോങ്കെ ആയിട്ട് മാറുന്നു അല്ലേ? ട്രക്കിയ പ്രൈമറി ബ്രോങ്കെ ആയിട്ട് മാറുന്നു. റൈറ്റ് ബ്രോങ്കയും ഉണ്ട്, ലെഫ്റ്റ് ബ്രോങ്കയും ഉണ്ട്. മനസ്സിലായോ? രണ്ട് മെയിൻ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അത് നമ്മുടെ തൊറാസിക് വെർട്ടിബ്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എത്ര തൊറാസിക് വെർട്ടിബ്ര നിങ്ങൾക്കുണ്ട്? തൊറാസിക് വെർട്ടിബ്രയും ലംബാർ വെർട്ടിബ്രയൊക്കെ പഠിച്ചിട്ടില്ലേ? തൊറാസിക് വെർട്ടിബ്ര എത്ര എണ്ണം ഉണ്ട്? 12 അല്ലേ? അപ്പോൾ T1 തൊട്ട് T12 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു T5 റീജിയനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ഒരു റീജിയനിൽ വെച്ചിട്ടാണ് നമ്മുടെ ട്രക്കിയ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. Trachea is a straight tube extending up to the mid-thoracic cavity which divides at the level of fifth thoracic vertebra. Fifth thoracic vertebra ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഇത് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആര്? നമ്മുടെ ട്രക്കിയ ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ. ഓക്കെ, സോ ട്രക്കിയയുടെ ഡിവിഷൻസ് നമുക്ക് കാണാം. ഫസ്റ്റ് പ്രൈമറി ബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് സെക്കൻഡറി ബ്രോങ്കൈ ആയിട്ട് മാറും. സെക്കൻഡറി ബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്ത് ടെർഷ്യറി ബ്രോങ്കൈ ആയിട്ട് മാറും. ടെർഷ്യറി ബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ട്യൂബ്സ് ആയിട്ട് മാറും. നമ്മളതിനെ ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കും. സോ പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷ്യറി ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. നമുക്ക് ഓരോന്നും കാണാം കേട്ടോ. ഇതാ ഈ ഡയഗ്രത്തിൽ ക്ലിയർ ആണ്. ഇത് നമ്മുടെ ട്രക്കിയ. ഇത് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്രൈമറി ബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ലൈക്ക് സെക്കൻഡറി ബ്രോങ്കൈ ലെവൽ ചെയ്തിട്ടുണ്ട് അല്ലേ? സെക്കൻഡറി ബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ആരായിട്ട്? ടെർഷ്യറി ബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഇതാ ബ്രോങ്കിയോൾസ് ലെവൽ ചെയ്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ട്യൂബ്സ് അല്ലേ? അതായത് ഒരു മരത്തിന്റെ ബ്രാഞ്ചസ് എങ്ങനെയാണ് പോകുന്നത് അതുപോലെ ഫൈനലി വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസ് നമുക്ക് കിട്ടും. അതിനെ നമുക്ക് ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കാം. ഓക്കെ, അണ്ടർസ്റ്റുഡ്? സോ ട്രക്കിയ, പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, tertiary bronchi,
ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും മൈന്യൂട്ട് ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ ടെർമിനൽ ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കും. ഇനീഷ്യൽ ബ്രോങ്കിയോൾസും ഉണ്ട്, ടെർമിനൽ ബ്രോങ്കിയോൾസും ഉണ്ട് കേട്ടോ. ദ ട്രക്കിയ, primary, secondary, tertiary bronchi and initial bronchioles are supported by incomplete cartilaginous rings. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ട്രക്കിയനെയും പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ടെർമിനൽ ബ്രോങ്കിയോൾസ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറിലേക്കാണ്. അതിനെ നമ്മൾ ആൽവിയോളൈ എന്ന് വിളിക്കും. ഈച്ച് ടെർമിനൽ ബ്രോങ്കിയോൾ ഗീവ് റൈസ് ടു എ നമ്പർ ഓഫ് വെരി തിൻ ഇറഗുലർ വോൾഡ്. അണ്ടർലൈൻ ദ പോയിന്റ്സ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് വെരി തിൻ, വളരെ തിൻ ആയിട്ടുള്ള ഇറഗുലർ വോൾഡ്. റെഗുലർ ആയിട്ടുള്ള വോൾസ് അല്ല, അത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇറഗുലർ വോൾഡ് സ്ട്രക്ചർ ആണ് അല്ലേ. ആൻഡ് വാസ്കുലറൈസ്ഡ്. വാസ്കുലറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഹൈലി റിച്ച് ബ്ലഡ് സപ്ലൈ. നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ ആൽവിയോളസിനെയും പൊതിഞ്ഞിട്ട് ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട് അല്ലേ. സോ വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ആൽവിയോളി. ഇപ്പം എന്താണ് ആൽവിയോളി എന്ന് പറയുന്നത്? ഓരോ ടെർമിനൽ ബ്രോങ്കിയോൾസും തീരുന്ന സ്ഥലമാണ് അല്ലേ, അവർ ഓപ്പൺ ചെയ്യുന്ന ചെന്നെത്തുന്ന ഒരു സ്ഥലമാണ്. ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ് ആൻഡ് വാസ്കുലറൈസ്ഡ് സ്ട്രക്ചറാണ്. മീൻസ് റിച്ച് ബ്ലഡ് സപ്ലൈ ഉണ്ട്, ഇറഗുലർ വോൾഡ് ആണ്, വെരി തിൻ ആണ് അല്ലേ ഇവർ. ദാറ്റ് ഈസ് നോൺ ആസ് ആൽവിയോളൈ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ടെർമിനൽ ബ്രോങ്കിയോൾസ് എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? ആൽവിയോളയിലേക്കാണ്. ആൽവിയോളയുടെ വോൾ എങ്ങനെയാണ്? ഇറഗുലർ വോൾഡ് ആണ് അല്ലേ. അതുകൂടെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. The branching network of bronchi, bronchioles and alveoli comprises the lungs. Lungs എന്ന് പറയുന്നത് ഈ ബ്രോങ്കയുടെ ബ്രാഞ്ചസും പിന്നെ ബ്രോങ്കിയോൾസും ആൽവിയോളയും ഒക്കെ ചേരുന്നതാണ് അല്ലേ. ഇത്രയും പോർഷൻസിനാണ് നമ്മൾ ലങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എത്ര ലങ്സ് ഉണ്ട്? എ പെയർ ഓഫ് ലങ്സ് ആണല്ലേ. We have a pair of lungs. We have two lungs which are covered by a double layered pleura. ഈ ലങ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്, ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. അതിനെ നമുക്ക് പ്ലൂറ എന്ന് വിളിക്കാം. സോ പ്ലൂറൽ മെംബ്രെയിൻസ് ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ആ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള 2 കവറിങ്സ് കേട്ടോ. 2 മെംബ്രെയിൻസ് ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ, പ്ലൂറൽ മെംബ്രെയിൻസ്. അപ്പോൾ ലങ്സിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിൻ എന്താണ്? പ്ലൂറൽ മെംബ്രെയിൻ ആണ് അല്ലേ. അങ്ങനെ 2 മെംബ്രെയിൻസ് ഉണ്ട്. അതിനിടയ്ക്ക് കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ നമ്മൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. 2 മെംബ്രെയിൻസ് ഉണ്ട്, അതിനിടയിലുള്ള ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ഫ്ലൂയിഡ്? ഈ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്താണ്? ഞാൻ പ്ലൂറൽ ഫ്ലൂയിഡ് ഒന്ന് ലേബൽ ചെയ്യട്ടെ. ഇവിടാണ് പ്ലൂറൽ ഫ്ലൂയിഡ് ഉള്ളത് കേട്ടോ. പ്ലൂറൽ ഫ്ലൂയിഡ്. What is the function of this fluid? It reduces the friction on the lung surface. Lung surfaceലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക എന്നാണ് പ്ലൂറൽ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ. പ്ലൂറ ഇറ്റ്സെൽഫ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലങ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക അല്ലേ. ഓക്കെ, ദ ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് ഇൻ കോണ്ടാക്ട്. എവിടെ പോയി? കേട്ടുന്നില്ലല്ലോ. ഓക്കെ, the outer pleural membrane is in contact with the thoracic lining, whereas the inner pleural membrane is in contact with the lung surface. അപ്പോൾ 2 മെംബ്രെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഔട്ടർ മെംബ്രെയിൻ ആരുമായിട്ട് കണക്റ്റഡ് ആണ്? thoracic lining അല്ലേ. ഇതാണ് ആ thoracic lining എന്ന് പറയുന്നത്. ആൻഡ് ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് കണക്റ്റഡ് വിത്ത് ലങ് സർഫസ്. ലങ്ങിൻ്റെ സർഫസുമായിട്ട് കണക്റ്റഡ് ആണ് ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ അല്ലേ. സിമ്പിൾ അല്ലേ, വായിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഓക്കെ, ഇനി ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് 2 പാർട്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് കണ്ടക്റ്റിംഗ് പാർട്ട്, മറ്റേത് എക്സ്ചേഞ്ച് പാർട്ട് ഓർ റെസ്പിറേറ്ററി പാർട്ട്. കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യും? അത് എയറിനെ കണ്ടക്ട് ചെയ്യും അല്ലേ. എവിടെ നിന്ന് എങ്ങോട്ട്? നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ. സോ കണ്ടക്റ്റിംഗ് പാർട്ട് കണ്ടക്ട്സ് എയർ ഫ്രം എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ടു ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഇനി എക്സ്ചേഞ്ച് പാർട്ടോ, അവിടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അത് ആരാണ്? നമ്മുടെ ആൽവിയോളയാണ് കേട്ടോ. ആൽവിയോള ആൻഡ് ദ ഡക്ട്സ് ഫോം ദ എക്സ്ചേഞ്ച് പാർട്ട് ഓർ റെസ്പിറേറ്ററി പാർട്ട്. ഇവിടെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ദാറ്റ് മീൻസ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ദ കണ്ടക്റ്റിംഗ് പാർട്ട് ട്രാൻസ്പോർട്ട്സ് ദ അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയറിക് എയറിനെ കണ്ടക്ട് ചെയ്യുക എന്നതാണ് കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ ഫംഗ്ഷൻ. അറ്റ് ദ സെയിം ടൈം മറ്റു കുറച്ച് ഫംഗ്ഷൻസ് കൂടി ഉണ്ട്. എന്തൊക്കെയാണത്? ഫോറിൻ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക, അതായത് എയർ ക്ലിയർ ആക്കുക അല്ലേ. ആൻഡ് ഹ്യൂമിഡിഫൈ ചെയ്യുക. ആൻഡ് ഓൾസോ ബ്രിങ്സ് ദ എയർ ടു ദ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് എയറിനെ കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഈ കണ്ടക്റ്റിംഗ് പാർട്ടാണ്. ആൻഡ് ദ എക്സ്ചേഞ്ച് പാർട്ട് ഈസ് ദ സൈറ്റ് ഓഫ് ആക്ച്വൽ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയറിക് എയറിനും ബ്ലഡിനും ഇടയ്ക്കുള്ള ഒരു ഡിഫ്യൂഷൻ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ അല്ലേ, അത് നടക്കുന്നത്
ഈ ആൽവിയോളെ വെച്ചിട്ടാണ്, എക്സ്ചേഞ്ച് പാർട്ടിൽ വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ലങ്സിന്റെ പൊസിഷൻ ഒന്ന് നോക്കാം. ദേ ആർ സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ചേംബർ വിച്ച് ഇസ് അനാട്ടമിക്കലി ആൻഡ് എയർ ടൈറ്റ് ചേംബർ. തൊറാസിക് ചേംബറിലാണ് ലങ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. അതൊരു എയർ ടൈറ്റ് ചേംബർ ആണ്. ദ തൊറാസിക് ചേംബർ ഈസ് ഫോംഡ് ഡോസലി ബൈ ദ വെർട്ടിബ്രൽ കോളം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ലങ്സിന്റെ സപ്പോർട്ട്, ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയുണ്ട്? അപ്പോൾ ഡോഴ്സലി, ഈ പുറേ സൈഡിൽ ഡോഴ്സലി ലങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിബ്രൽ കോളം ഉണ്ട്. ആൻഡ് വെൻട്രലി ദ ഫ്രണ്ട് റീജിയനിൽ ലങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേണം ഉണ്ട്. ഈ കാണുന്നതാണ് സ്റ്റേണം അല്ലേ, ഈ ഫ്ലാറ്റ് ബോൺ, സ്റ്റേണം ഉണ്ട്. പിന്നെ ലാറ്ററലി ലങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിബ്സ് ഉണ്ട് അല്ലേ. രണ്ട് റീജിയൻസിലും റിബ്സ് ഉണ്ട്. ആൻഡ് ലോവർ സൈഡിൽ ലങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോം ഷേപ്പിലുള്ള ഡയഫ്രം ഉണ്ട്. ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ട് ലങ്സിന് അല്ലേ. അപ്പോൾ ഡോഴ്സലി ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആരുണ്ട്? വെർട്ടിബ്രൽ കോളം ഉണ്ട്, വെൻട്രലി സ്റ്റേണം ഉണ്ട്, ലാറ്ററലി റിബ്സ് ഉണ്ട്, ആൻഡ് ലോവർ സൈഡിൽ ഡയഫ്രം ഉണ്ട്. ഓക്കെ, ദ അനാട്ടമിക്കൽ സെറ്റപ്പ് ഓഫ് ലങ്സ് ഇൻ തൊറാക്സ് ഈസ് such that any change in the volume of the thoracic cavity will be reflected in the lung or pulmonary cavity. അപ്പോൾ ലങ്സ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് തൊറാസിക് ക്യാവിറ്റിയിൽ അതിൻ്റെ വോളിയത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പൾമണറി വോളിയത്തിൽ, പൾമണറി ക്യാവിറ്റിയിലെ ലങ് ക്യാവിറ്റിയിൽ അതിൻ്റെ വോളിയത്തിലും റിഫ്ലക്റ്റഡ് ആകും. സച്ച് ആൻ അറേഞ്ച്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ബ്രീതിങ്. ബ്രീതിങ്ങിന് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആവശ്യമാണ് അല്ലേ. നിങ്ങൾ ഇനി മെക്കാനിസം ഓഫ് ബ്രീതിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും തൊറാസിക് വോളിയം, തൊറാസിക് ക്യാവിറ്റിയിലെ വോളിയം എങ്ങനെയാണ് പൾമണറി വോളിയത്തിൽ, ലങ് വോളിയത്തിൽ റിഫ്ലക്റ്റഡ് ആകുന്നതെന്ന്. ആസ് വി കനോട്ട് ഡയറക്ട്ലി ഓൾട്ടർ ദ പൾമണറി വോളിയം. നമുക്ക് പൾമണറി വോളിയം, ലങ് വോളിയം ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഡയറക്ട്ലി പറ്റത്തില്ല. തൊറാസിക് ക്യാവിറ്റിയിൽ വോളിയത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലങ് വോളിയത്തിൽ റിഫ്ലക്റ്റഡ് ആകും. ഓക്കെ, അടുത്തത് സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഒന്നാമത്തേത് ബ്രീതിങ് ഓർ പൾമണറി വെന്റിലേഷൻ. വളരെ ഈസിയാണ്. ഓക്സിജൻ അകത്തേക്ക് എടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് ഇടുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിഫ്യൂഷൻ ഓഫ് ദീസ് ഗ്യാസസ്. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഫ്രം ദ ആൽവിയോളൈ, ആൽവിയോളാർ മെംബ്രെയിനെ ക്രോസ് ചെയ്യണം അല്ലേ, ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്സിജൻ ആൽവിയോളാർ മെംബ്രെയിനെ ക്രോസ് ചെയ്ത് ബ്ലഡിലോട്ട് പോകണം. കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളാർ മെംബ്രെയിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ബ്ലഡിൽ നിന്നും ലങ്സ് വഴി പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. അപ്പോൾ ബ്ലഡ് ഈ ഗ്യാസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ഇപ്പോൾ ബ്ലഡ് ഓക്സിജനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ടിഷ്യൂസിലേക്ക് ഡെലിവറി ചെയ്യണം അല്ലേ. ബ്ലഡിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് ടിഷ്യൂസിലെത്തണം. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ടിഷ്യൂസിലുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡിലേക്ക് വരണം. എന്നിട്ടത് ആൽവിയോളാർ മെംബ്രെയിനെ ക്രോസ് ചെയ്ത് ലങ്സിലെത്തി പുറത്തേക്ക് വിടണം അല്ലേ. ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് റിസൾട്ടന്റ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ടിഷ്യൂസിലെത്തിയ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യണം സെൽസ്. എന്തിനു വേണ്ടിയിട്ടാണ്? കാറ്റബോളിക് റിയാക്ഷൻസ്. അത് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റെസ്പിറേഷൻ പ്ലാൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടല്ലേ, ഗ്ലൈക്കോലൈസിസും ക്രെബ്സ് സൈക്കിളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും ഒക്കെ പഠിച്ചില്ലേ. ഓക്കെ, ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഈ കാറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യില്ലേ ആസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് വിച്ച് വിൽ ബി റിലീസ്ഡ് ഔട്ട്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ. അപ്പോൾ ഇതൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് പഠിക്കാം. ഞാൻ ഇന്ന് എടുക്കുന്നില്ല. സോ ബൈ ബൈ.